السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله الذي أنعم علينا وهدانا إلى دين الإسلام، وأفضل الصلاة وأتم السلام على سيدنا محمد خير الأنام وعلى آله وأصحابه الكرام. പ്രിയമുള്ള സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടാണ് നമ്മൾ കൂടുതൽ മഹബ്ബത്ത് വെക്കേണ്ടത് എന്ന് പറയുമ്പോൾ ആ മഹബ്ബത്തിൻ്റെ ഭാഗം തന്നെയാണ് റസൂലുള്ളാഹിൻ്റെ വിരോധികളെ, റസൂലുള്ളാഹിൻ്റെ സ്ഥാനമാനങ്ങൾ കുറച്ച് കാണുന്നവരെ, അവരോട് റസൂലുള്ളാഹിനെ പറ്റി മോശമായി സംസാരിക്കുന്നവരെ, അവരോട് നമുക്ക് ദേഷ്യവും വെറുപ്പുമുണ്ടാവുക എന്നത് റസൂലുള്ളാഹിനോട് മഹബ്ബത്തിൻ്റെ ഭാഗമാണ്. നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ പിതാവ്, മാതാവ്, ഭാര്യ, ഇവരാരെങ്കിലും സംബന്ധിച്ച് ആരെങ്കിലും മോശമായി സംസാരിക്കുന്നത് കേട്ടാൽ നമ്മൾ സഹിക്കൂല, നമുക്കത് ഇഷ്ടപ്പെടൂല, നമ്മളതിനെതിരെ പ്രതികരിച്ചിരിക്കും. എന്നാൽ ഇവരെക്കാളൊക്കെ സ്നേഹിക്കേണ്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെപ്പറ്റി മോശമായി ചിത്രീകരിക്കുന്നവരെ, പിന്നെ അവരുമായി ചങ്ങാത്തം കൂടി നമ്മൾ എങ്ങനെ റസൂലുള്ളാഹിനെ മഹബത്ത് വെക്കും? അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ റസൂലുള്ളാഹിനെ ആക്ഷേപിച്ചവർക്ക് മറുപടി പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അള്ളാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെപ്പറ്റി മോശമായ ഒരാൾ പറഞ്ഞാൽ, അവരെ എതിർത്ത് സംസാരിച്ചാൽ അല്ലാഹു തആല അടങ്ങിയിരിക്കൂല, അള്ളാഹു അതിന് പ്രതികരിച്ചിരിക്കും എന്നതിന് പരിശുദ്ധ ഖുർആനിൻ്റെ പല ഉദാഹരണങ്ങളുമുണ്ട്. ചിലതെല്ലാം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഇന്ന് ഞാൻ കൊണ്ടുവരികയാണ്. നമുക്കെല്ലാവർക്കും അറിയാം ഒരു സൂറത്ത്, തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ് എന്ന് പറയുന്ന ഒരു സൂറത്ത് ഇറങ്ങിയത് അബൂലഹബിൻ്റെയും ഭാര്യയുടെയും വിഷയത്തിലാണ്. എന്താണ് അതിന് നിമിത്തമായ കാരണം? അവിടെയാണ് നമ്മുടെ പോയിന്റ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അള്ളാഹു കൽപ്പിച്ചു, വഅൻദിർ അശീറതകൽ അഖ്റബീൻ. തങ്ങളുടെ അടുത്ത കുടുംബങ്ങളൊക്കെ വിളിച്ച് മുന്നറിയിപ്പ് നൽകണം, അവർക്ക് പ്രബോധനം നടത്തണം. ദൈവത്തിൻ്റെ ആദ്യഘട്ടത്തിലാണ്. അപ്പം ആ സമയത്ത് സ്വന്തക്കാരെ കൊണ്ട് തുടങ്ങുക എന്ന നിലക്ക് അല്ലാഹു തആല കുടുംബങ്ങളൊക്കെ വിളിച്ചു വരുത്തിയിട്ട് അവർക്ക് മുന്നറിയിപ്പ് നൽകാൻ ഓർഡർ കൊടുത്തു. അങ്ങനെ സഫാ കുന്നിൻ്റെ മുകളിലേക്ക് കുടുംബക്കാരൊക്കെ വിളിച്ച്, ആ കൂട്ടത്തിൽ അബൂലഹബ് ഉണ്ടായിരുന്നു. അങ്ങനെ അവരോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഈ മലയുടെ അപ്പുറത്ത് നിന്ന് നിങ്ങളെ ആക്രമിക്കാൻ ഒരു സംഘം വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ വിശ്വസിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ, അപ്പോൾ അവരൊന്നടങ്കം പറഞ്ഞു, വിശ്വസിക്കാതെ, നീ സത്യമല്ലാതെ പറഞ്ഞിട്ടില്ലല്ലോ, നീ വിശ്വസ്തനല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് എസ് വെച്ചു. അങ്ങനെ നീ പറയുകയാണെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കും എന്ന് പറഞ്ഞു. എന്നതിൻ്റെ ശേഷം, അതവരെ കൊണ്ട് സമ്മതിപ്പിച്ചതിൻ്റെ ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോടായി പറഞ്ഞു, ഇന്നീ നദീറുൽ ലക്കും ബൈന യദൈ അദാബിൻ ശദീദ്. തീർച്ചയായും നിങ്ങൾക്കൊരു കഠിനമായ ശിക്ഷ വരാനുണ്ട്. അള്ളാഹുവിനെ കൊണ്ട് നിങ്ങൾ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ, അള്ളാഹുവിനെ കൊണ്ട് മാത്രം നിങ്ങൾ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ, നിങ്ങളുടെ ദൈവങ്ങളൊക്കെ നിങ്ങൾ ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ
നിനക്ക് കഠിനമായ ശിക്ഷ വരാനുണ്ട്, അതിൻ്റെ ഒരു മുന്നറിയിപ്പുകാരനാണ് ഞാൻ എന്ന് പറഞ്ഞപ്പോൾ ആ സദസ്സിൽ നിന്ന്, ആ കുടുംബക്കാരെ കൂട്ടത്തിൽ നിന്ന് റസൂലുള്ളാഹിനോട് പ്രതികരിച്ചത് ഈ അബൂലഹബാണ്, ലാനത്താക്കപ്പെട്ട അബൂലഹബ്. തബ്ബല്ലക ലിഹാദാ ജമഅതനാ, എൻ്റെ നാശമേ, നിനക്ക് ഇതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളവിടെ ഒരുമിച്ച് കൂട്ടിയത്, ഇത് പറയാൻ വേണ്ടിയിട്ടാണോ എന്ന് അവനെന്ത് ചെയ്തു, റസൂലുള്ളാഹി പറഞ്ഞതിനോട് പ്രതികരിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഹബീബിനെ പറ്റി അങ്ങനെ പറയുമ്പോൾ, അവൻ്റെ ഹബീബിനോട് അങ്ങനെ പറയുമ്പോൾ അള്ളാഹു സഹിക്കൂല. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല തിരിച്ചടിച്ചു അവനക്ക് ഒരു തബ്ബക്ക് രണ്ട് തബ്ബ കൊടുത്തിട്ട്. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ്, അബൂലഹബിൻ്റെ രണ്ട് കലങ്ങൾ നശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അബൂലഹബ് നശിച്ചിരിക്കുന്നു, വതബ്ബ അവൻ നശിക്കുകയും ചെയ്തിരിക്കുന്നു. രണ്ട് വട്ടം പറഞ്ഞു, തബ്ബത്ത് എന്ന് പറഞ്ഞു, പിന്നെ വതബ്ബ എന്ന് പിന്നെ രണ്ടാമത്, ഒന്നിന് രണ്ട് വെച്ച് തിരിച്ചു കൊടുത്തു. എന്നിട്ട് ആ സൂറത്തിൽ അല്ലാഹു തആല പറയുന്നത് മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ്, അവൻ്റെ മക്കളോ അവൻ്റെ സമ്പത്തോ ഒന്നും അള്ളാഹുവിൻ്റെ ശിക്ഷയെ തൊട്ടവനെ തടുക്കൂല. സയസ്ലാ നാറൻ ദാത്ത ലഹബ്, ആളിക്കത്തുന്ന തീയിൽ നരകത്തിൽ അവൻ കടക്കുക തന്നെ ചെയ്യും. വംറഅതുഹു, അവൻ മാത്രമല്ല ഓൻ്റെ പെണ്ണും കടക്കുന്നു. അപ്പം എന്തിനാണ് ഓനോട് ഓൻ്റെ പെണ്ണിനെ കൂട്ടിക്കെട്ടിയത്? ഭർത്താവ് ചെയ്ത തെറ്റിന് ഭാര്യനെ ശിക്ഷിക്കുമോ? അതില്ലല്ലോ. എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ പെണ്ണിനെ അവൻ്റെ കൂടെ കൂട്ടിയത്, ആ പെണ്ണിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഹമ്മാലത്തൽ ഹത്തബി, അവർ വിറക് ചുമന്ന് കൊണ്ടുപോകുന്നവരായിരുന്നു. വിറക് എന്ന് പറഞ്ഞാൽ മുള്ളുകളൊക്കെ വെട്ടിയിട്ട് അത് ചുമന്ന് കൊണ്ടുപോയിട്ട്, എന്തിനാണ്? അടുപ്പ് കത്തിക്കാനല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നടക്കുന്ന വഴിയിൽ കൊണ്ടിടുമായിരുന്നു. ആ വഴിക്ക് പോകുമ്പോൾ റസൂലുള്ളാഹിൻ്റെ കാലിന് മുള്ള് തറക്കട്ടെ എന്ന നിലക്ക് അവളെ കൊണ്ട് ചെയ്യാൻ പറ്റിയത് അവൾ ചെയ്ത് റസൂലുള്ളാഹിനെ അടങ്ങലാക്കാൻ വേണ്ടി. അതുകൊണ്ട് ഓളയും കൂടി ഓൻ്റെ കൂടെ കെട്ടി, രണ്ടാളും നരകത്ത് കടക്കും എന്ന് പറഞ്ഞു. ആ രണ്ടാളെ പറ്റിയാണ് മാത്രമുള്ളൊരു സൂറത്താണത്. അപ്പോൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ നിലക്ക് അല്ലാഹു തആല അവൻ ആക്ഷേപിച്ചില്ലേ. ഇനി മറ്റൊരു കാര്യം, ഖുർആനിൻ്റെ പ്രഖ്യാപനം അത് ഒരിക്കലും എന്താവില്ല, പ്രായോഗികമാകാതിരിക്കില്ല. പിന്നെ അത് തിരുത്തേണ്ട കാര്യം വരില്ല. ഇതന്ന് പറഞ്ഞിട്ട് പിന്നെ ഇനി ഓൻ ഇസ്ലാമിലേക്ക് വരികയാണെങ്കിൽ ഈ പറഞ്ഞതൊക്കെ വെള്ളത്തിലാവില്ലേ. അബൂലഹബ് പിന്നീട് ഇസ്ലാമിലേക്ക് വരികയാണെങ്കിൽ സങ്കല്പിക്കുക, എന്നാൽ പിന്നെ ഈ പറഞ്ഞതൊക്കെ ഖുർആൻ്റെ പ്രസക്തിയെ നഷ്ടപ്പെടൂലേ. അപ്പോൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ അള്ളാഹുവിന് അവൻ്റെ ആഖിബത്ത് വരെ, അവൻ്റെ മരണം വരെ, അതിന് ശേഷമുള്ള കാര്യങ്ങളെല്ലാം ശരിക്ക് വ്യക്തമായി അറിയുന്നത് കൊണ്ടല്ലേ അവൻ ഇസ്ലാമിലേക്ക് വരൂല എന്ന് അത്രക്കും തീർത്ത് അള്ളാഹുവിന് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് അള്ളാഹു ആ പ്രഖ്യാപനം നടത്തിയത്. പിന്നീട് അവനൊട്ട് വന്നിട്ടില്ല, അവന് വരാൻ വരൂല എന്നുള്ളത് അള്ളാഹു താല അറിയിച്ചു കൊടുത്തിട്ടുണ്ട് റസൂലുള്ളാഹിക്ക് അറിയാം. അതുപോലെ തന്നെ അള്ളാഹുവിനും അറിയാം. അള്ളാഹു അറിയുന്നത് കൊണ്ട് തന്നെ അവന് കാലാകാലം നരകത്തിൽ കിടക്കേണ്ടവനാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഖുർആൻ ഇറങ്ങി. അത് ഖുർആൻ്റെ പ്രസക്തിയാണ് അത് വിളിച്ചോതുന്നത്. അപ്പോൾ അത് പിന്നെ മാറ്റി തിരുത്തേണ്ട കാര്യമൊന്നും വരില്ല. പിന്നീട് അവൻ ഇസ്ലാമിലേക്ക് വന്നിട്ടില്ലല്ലോ, വന്നില്ല. അപ്പോൾ അവൻ കാലാകാലം നരകത്തിൽ കിടക്കേണ്ട വ്യക്തിയായി മാറി എന്ന് മാത്രമല്ല, ഇത്രയൊരു ആക്ഷേപം പരിശുദ്ധ ഖുർആൻ ഒരാളെ ആക്ഷേപിച്ചാൽ അത് വലിയ ആക്ഷേപമാണ്. കാരണം അത് എന്നെന്നും ലോക മുസ്ലിമീങ്ങൾ എപ്പോഴും പാരായണം ചെയ്യപ്പെടുന്ന ഒരു ഗ്രന്ഥമാണല്ലോ. ആ ഗ്രന്ഥത്തിലാണ് ഈ ആക്ഷേപമുള്ളത്. അതിങ്ങനെ ആക്ഷേപം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇനി മറ്റൊരു സ്ഥലത്ത് അള്ളാഹു പറഞ്ഞതായിട്ട് കാണാം, ഇന്ന ഷാനിഅക ഹുവൽ അബ്തർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ മക്കളൊക്കെ മരണപ്പെട്ടപ്പോൾ ഈ മുഹമ്മദ് പരമ്പരയൊക്കെ നഷ്ടപ്പെട്ട് ഇനി അവനാരും അറിയാനുണ്ടാവില്ല,
അവൻ കുറച്ച് കാലം കഴിഞ്ഞാൽ പിന്നെ അതൊന്നും ചെയ്യില്ല, ആരും ഓർമ്മിക്കാനുണ്ടാവില്ല. അവനൊക്കെ പിന്നെ പരമ്പര നശിച്ചവനാണ് എന്ന് പറഞ്ഞപ്പോൾ അതിന് അല്ലാഹു തആല പ്രതികരിച്ചതാണ്, ഇന്ന ഷാനിഅക ഹുവൽ അബ്തർ, തീർച്ചയായും തങ്ങളോട് ദേഷ്യം വെക്കുന്നവൻ അവനാണ് അബ്തർ, അവനാണ് പരമ്പര നശിച്ചവൻ, എൻ്റെ നബിയല്ല എന്നാണ് അല്ലാഹു തആല അതിനെതിരെ പ്രതികരിച്ചത്. ഇനി ശത്രുക്കൾ വഹിയൊക്കെ നിലച്ച സമയത്ത് ശത്രുക്കൾ പ്രചരണം അഴിച്ചു വിട്ടു. ഇപ്പം ഒന്നും കേൾക്കാനില്ല. കുറച്ചു കാലം വഴി നിലച്ചു, വഴിയൊന്നും വരാതായപ്പോൾ ഇപ്പം ഒന്നും കാണാൻ, ഞാൻ മുഹമ്മദിൻ്റെ റബ്ബ് മുഹമ്മദിനെ ഒഴിവാക്കി എന്നാണ് തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞ് പ്രചരിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കുന്നു, വദ്ദുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. കണ്ടോ, ദുഹാ സമയത്തെ തന്നെയാണ് സത്യം, വല്ലൈലി രാവിലെ തന്നെയാണ് സത്യം, ഇദാ സജാ അതോ ഇരുളുമുറ്റിയാൽ, മാ വദ്ദഅക റബ്ബുക വമാ ഖലാ, ശത്രുക്കൾ പറഞ്ഞതുപോലെ തങ്ങളെ റബ്ബിനെ തങ്ങൾ ഒഴിവാക്കിയിട്ടോ തങ്ങളോട് ദേഷ്യം വെച്ചിട്ടോ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആയത്തിറക്കി. വേറൊരു സ്ഥലത്ത് കാണാം, വമാ സാഹിബുക്കും ബി മജ്നൂൻ, റസൂലുള്ളാഹിനെ സംബന്ധിച്ച് ശത്രുക്കൾ ആക്ഷേപിച്ചതാണ്, മജ്നൂൻ, ഭ്രാന്തനാണ്. എന്നാൽ അല്ലാഹ് പറഞ്ഞു, വമാ സാഹിബുക്കും ബി മജ്നൂൻ, നിങ്ങളെ സാഹിബ് മജ്നൂനല്ല. വേറൊരു സ്ഥലത്ത് അല്ലാഹു പറയുന്നു, നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ മാ അൻത ബിനിഅമതി റബ്ബിക ബിമജ്നൂൻ, തങ്ങളെ റബ്ബിൻ്റെ നിഅമത്ത് കൊണ്ട് തങ്ങൾ മജ്നൂനല്ല. ഇങ്ങനെ പല ഉദാഹരണങ്ങളും പരിശുദ്ധ ഖുർആനിലുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്ഷേപിച്ചവർക്ക്, അള്ളാഹിൻ്റെ ഹബീബിനെ പറ്റി പറഞ്ഞവർക്കൊക്കെ അല്ലാഹു തആല ഖുർആനിലൂടെ തിരിച്ചടി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾക്കിതിൽ നിന്നുള്ള പാഠം എന്താണ്? ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്ഥാനമാനങ്ങൾ വകവെച്ച് കൊടുക്കാത്ത, അവർ പാപം ചെയ്യുന്നവരാണ്, സാധാരണ മനുഷ്യനാണ് എന്നൊക്കെ ചിത്രീകരിക്കുന്ന വിഭാഗങ്ങളോട്, അവരോട് നമുക്ക് വിദ്വേഷം വേണം, വെറുപ്പ് വേണം, അവർക്കെതിരെ പ്രതികരിക്കുകയും വേണം എന്നാണ് ഇതൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോഴേ നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടുതൽ മഹബത്ത് വെച്ചവരാകൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഹബീബിനെ കൂടുതൽ മഹബത്ത് വെക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ പറഞ്ഞതിനെയും കേട്ടതിനെയും ഒരു സാലിഹായ അമലായി റബ്ബ് കബൂൽ ചെയ്യട്ടെ. റഹ്മാനായ റബ്ബെ, ഞങ്ങളുടെ എല്ലാ ദോഷങ്ങളും നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാഹ്. എൻ്റെ ഹബീബിനെ പറ്റി പറയാൻ റബ്ബേ, ഖിയാമത്ത് വരെ, മരണം വരെ പറയാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. നല്ലത് പറയാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. ദോഷമായി പറയുന്നവരെ, ഷർറിനെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാഹ്. അവരോടുള്ള ദേഷ്യം ഞങ്ങളെ കൽബിൽ നീ തരണേ അല്ലാഹ്. അവരോടുള്ള വെറുപ്പ് ഞങ്ങളെ കൽബിലേക്ക് ഇട്ട് തരണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, അവരോട് ചങ്ങാത്തം കൂടിയിട്ട് റസൂലുള്ളാഹിയുടെ മഹബത്ത് വെക്കുന്നൊരവസ്ഥയെ തൊട്ട് കാക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, മരണപ്പെട്ടു പോയവർക്കൊക്കെ മഗ്ഫിറത്തും മർഹമത്തും നൽകണേ അല്ലാഹ്. രോഗം കൊണ്ട് വിഷമിക്കുന്നവർക്ക് ശിഫ നൽകണേ അല്ലാഹ്. പല ഉദ്ദേശങ്ങളും പറഞ്ഞ് പലരും ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവർക്കൊക്കെ അവരുടെ ഉദ്ദേശങ്ങളൊക്കെ നീ സാധിപ്പിക്കണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.